പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. നമ്മളെ അടുത്ത യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. വാക്കുകൾ വിടരുന്ന പുലരികൾ, മൂന്നാമത്തെ യൂണിറ്റാണ്. വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നാണ്. അതിൽ തന്നെ എന്തൊരു സാഹിത്യ ബന്ധം നോക്കൂ. വാക്കുകളൊക്കെ എന്താണ്, വിടരുന്ന പുലരികളാണെന്ന്, ഒരു പ്രഭാതമാണ് അല്ലെ, ഒരു നവായ് ലോകമാണ് ഒക്കെയാണ് നമുക്ക് കാണുന്നത്. അതിലേക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത കവിയായ അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിതയിലെ വരികളാണ് അല്ലെ കൊടുത്തിട്ടുള്ളത്. അപ്പോ അതിലെ നമുക്ക് ആ തത്തമ്മ എന്ന കവിതയിലെ വരികള് നമുക്ക് നോക്കാം. അതിന് മുമ്പ് തന്നെ നമുക്ക് അതിന്റെ മുമ്പ് തന്നെ ഇതിനെന്തൊക്കെയാണ് അതിൽ നമുക്ക് ഈ വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നുള്ള യൂണിറ്റിലെ മുഖ്യമായി പ്രതിപാദിക്കുന്നത് എന്താന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പോ ഈ പത്രം, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങള് ഏതു വ്യക്തിയുടെ നിത്യജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു യൂണിറ്റില് ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹിത്യ രചനകള് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലെ ഈ സന്തോഷ് കുമാറിന്റെ ചെറുകഥ ഉണ്ട്, പണയം എന്ന് പറഞ്ഞ ചെറുകഥ ഉണ്ട്. അതുപോലെ വി മധുസൂദനൻ നായരുടെ കവിത അമ്മയുടെ എഴുത്തുകൾ എന്ന് പറഞ്ഞത് ഒരു കവിതയുണ്ട്. പിന്നെ സുകുമാർ അഴീക്കോടിന്റെ നമ്മൾ പറഞ്ഞ ഈ ഒരു ലേഖനം പത്രനീതി അതൊരുണ്ട് എന്നർത്ഥം. അപ്പോ ഇതില് നമുക്ക് പ്രവേശകത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് നമ്മളിതില് ഈ ഒരു പ്രവേശനത്തിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കണം അതിന്റെ ഒരു വരികള്, അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിതയിലെ വരികളെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അതിന് മുമ്പ് അദ്ദേഹം തത്തമ്മ എന്നുള്ള കവിതയുടെ മുഴുവൻ വരിയൊന്ന് ഞാനൊന്ന് പാടിത്തരാം കേട്ടോ, ചൊല്ലിത്തരാം, നോക്കോളാം കേട്ടോ. ഓക്കെ. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ, കൊത്തി കൊത്തിയെടുത്തു കുറിക്കുവതെന്തൊരു വർത്താനം. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ, കൊത്തി കൊത്തിയെടുത്തു കുറിക്കുവതെന്തൊരു വർത്താനം. കണ്ടതു കണ്ടതു കൊണ്ടാടിക്കൊണ്ടെന്തൊരു കിന്നാരം. കേട്ടതു കേട്ടതു കേട്ടു പഠിച്ചതു പറയുവതെന്തൊരു പുന്നാരം. അയലത്തുള്ളൊരു കൊക്കിലെടുത്തോണ്ടെങ്ങോ സഞ്ചാരം. അയലത്തെങ്ങാൻ പോയി വലഞ്ഞാൽ അതുമൊരു വ്യാപാരം. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ, നന്മകൾ കേട്ടതു കണ്ടതു ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. പച്ച പിടിച്ചൊരു പൂഞ്ചിറകാൽ നീ പാറിപ്പകരുമ്പോൾ, അച്ചിറകടിയിൽ നീലാകാശമതൽപ്പമിളകുമ്പോൾ, കുഞ്ഞിക്കണ്ണിനു കാണാൻ കഴിയാ കാലങ്ങളിൽ നിന്നും കുഞ്ഞിനു കേൾക്കാൻ കഥയും കൊണ്ടേ നീ ഇനിയെന്നു വരും. നിന്നെ അടച്ചു വളർത്തിപ്പോറ്റാൻ കൂടുകളും പേറി, പൊന്നിൻ നൂൽവല വീശിയെറിഞ്ഞു കളിക്കുന്നുണ്ടു ചിലർ. അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ പാട്ടും, നീ പൂഞ്ചിറകും പുഞ്ചിരി നോക്കും നിഷ്ഫലമായിത്തീരും. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ. അതാണ് കവിത അല്ലെ. അപ്പോ ഈ ഇതിനെ നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നമുക്ക് നാക്കിന് കഴിയട്ടെ എന്നും, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെയും എന്നും കവി ആശംസിക്കുന്നു ഈ ഒരു തത്തമ്മയോട് അല്ലെ. തത്തമ്മേനെ പിന്നെ നിന്റെ പാട്ടും നീയൊക്കെ നിന്നെയൊക്കെ പിന്നെ അവരുടെ കണ്ണിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ നിന്നെ പൊന്നിൻ നൂൽവല വീശി എന്നെ പിടിക്കാൻ നിൽക്കുകയാണ് കുറെ ആൾക്കാര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽപ്പെട്ടാൽ നീയും നിന്റെ പാട്ടും നിന്റെ പൂഞ്ചിറകും ആ പുഞ്ചിരി നോക്കും വെറുതെ ആവും എന്ന് കവി പറയുന്നു. അപ്പോ എന്താണെങ്കിലും ഇതിൽ പറയുമ്പോ നമുക്ക് മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലെ. അപ്പൊ ചുറ്റുപാടുമുള്ള കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടതുണ്ട് നമുക്ക് അല്ലെ, കാര്യമായി ചെയ്യണം. നന്മകൾ കണ്ടാലും കേട്ടാലും അത് വാഴ്ത്താൻ കഴിയണം നമുക്ക് അല്ലെ. അതിന്റെയൊക്കെ അതാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഏത് നന്മ കണ്ടാലും കേട്ടാലും അത് വാഴ്ത്താൻ കഴിയണം. ഒപ്പം തിന്മകളോട് ശക്തമായി പ്രതികരിക്കാനും നമുക്ക് കഴിയണം.
അല്ലെ? നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളോട് സമൂഹജീവി എന്ന നിലയിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ഇന്ന് പല കാരണങ്ങളാൽ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതൊരു അവസ്ഥയാണ്. തിന്മയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നൊക്കെ ഒരു അവസ്ഥകളാണ് കാണുന്നത്, അല്ലെ? അപ്പോ കവി നമ്മളോട് പറയുന്നത്, തത്തമ്മയെ കേന്ദ്രീകരിച്ച് കവി പറയുന്നത് നമ്മളോടാ പറയുന്നത്. കാരണം നമ്മൾ മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്, ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമയങ്ങൾക്കും കാര്യങ്ങൾക്കും പ്രതികരിക്കണം പറയുന്നു, അല്ലെ? എവിടെ നന്മ കണ്ടാലും നമ്മളത് കേട്ടാലും അത് വാഴ്ത്തണം എപ്പോഴും. അതിന് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മൾ അത് വാഴ്ത്തപ്പെടണം. ഒപ്പം തന്നെ തിന്മകളോട് ശക്തമായി പ്രതികരിക്കാനും കഴിയണം. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടും, എന്നാലും വേണ്ടില്ല, നമ്മൾ ശക്തമായി പ്രതികരിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു കർത്തവ്യം, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു കർത്തവ്യം, അവന്റെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നിറവേറ്റാൻ കഴിയുകയുള്ളൂ എന്നൊരു സൂചന കൂടി ഇതിൽ നമുക്ക് തരുന്നുണ്ട് നേരത്തെ. അപ്പോ എന്താണ് നമുക്ക് ഇത്തരം ജാഗ്രത ഇന്ന് സമൂഹത്തിലുണ്ട്. നമുക്ക് ചോദ്യം, ഇങ്ങനത്തെ ഒരു ജാഗ്രത നമുക്കൊന്നുണ്ടോ? തീർച്ചയായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണത്, അല്ലെ? നമുക്ക് പറഞ്ഞ പോലെ തന്നെ പല കാരണങ്ങളാൽ ഇന്ന് തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല, അല്ലെ? നന്മകളൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒക്കെ സ്വാർത്ഥരാണ് എല്ലാ ആൾക്കാരും. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്കത് നന്മയാണെന്ന് തോന്നുന്നു മാത്രം അവര്, എത്ര തിന്മയാണെങ്കിലും അവർക്ക് നന്മയാണെന്ന് തോന്നുന്ന തരത്തിൽ അവരത് വളച്ചൊടിച്ച് ന്യായീകരിക്കുന്നു. അതാണ് നടക്കുന്ന രാഷ്ട്രീയക്കാരും, അല്ലെ? നമ്മളെ സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങനെ ചെയ്യുന്നത്. അവരൊക്കെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും സ്വന്തം കാര്യത്തിനും വേണ്ടിയും ഈ നീതിയെ ചവിട്ടി അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഓരോ പത്രങ്ങൾ എടുത്ത് നോക്കൊണ്ടു, ഇന്ന് ഓരോ ചാനലിലൊക്കെ എന്തൊക്കെയാണ് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു സമൂഹത്തിലെ തിന്മയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സകല തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഈ മാധ്യമങ്ങൾ അടച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്വാർത്ഥ ലാഭം ഉണ്ടാവും, അവർക്ക് എവിടുന്നെങ്കിലും അതിനുള്ള പൈസകൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് വെറും അനീതി മാത്രമാണ്, തിന്മയും മാത്രമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളർന്നുകൊണ്ടിരിക്കുന്നു. നന്മയുടെ ആ ഒരു നാമ്പ്, ആ പുതുനാമ്പൊക്കെ ഒടിഞ്ഞു പോയിരിക്കുന്നു എന്നർത്ഥം. നമുക്ക് കണ്ടറിയാം. നമുക്കൊരു ഓരോ അവസ്ഥകൾ നമുക്ക് അറിയുന്നതും കേൾക്കുന്നതൊക്കെ നമുക്കറിയാലോ. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ക്യാൻസർ ബാധിച്ചു, അല്ലെ? പണ്ട് സുഗതകുമാരി അമ്മ പറഞ്ഞതുപോലെ തന്നെ ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരു അവയവം, പക്ഷെ കൊടും കേട് ബാധിച്ച പാവം മനസ്സോ ചോദിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിനാണ് കൊടുംകേട് ബാധിച്ചത്. എന്നാൽ ഒരു അവയവത്തിന് പിന്നെ കൊടുംകേട് ബാധിച്ചാൽ അത് മുറിച്ചു മാറ്റാമെന്ന്, അല്ലെ ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു മാറ്റാമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. എന്നാല് ഈ പാവം മനുഷ്യന്റെ മനസ്സിനെ കൊടുംകേട് ബാധിച്ചാൽ എന്തു ചെയ്യും എന്നാ അതിന്റെ അർത്ഥം എന്താണ്? കൊടുംകേട് ബാധിക്കുക എന്ന് പറഞ്ഞാല് ദയ, സ്നേഹം, കരുണ ഇതൊക്കെ ഇല്ലാതെയാവുന്ന അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ സമൂഹത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെ അയ്യപ്പ പണിക്കര് എപ്പോഴും പറയുന്നത്, നമ്മളോട് പറയുകയാണ്, നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, അല്ലെ? തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ എന്ന് പറയുന്നു, അല്ലെ? അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മളെല്ലാവരും, തത്തമ്മയോട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ തയ്യാറാവണം. അതിനുവേണ്ടി നമ്മള് എന്ത് ത്യാഗവും ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്നുള്ള സത്യം നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമുക്ക് ഈ പാഠം, നമുക്ക് ആദ്യത്തെ പാഠം തന്നെ പത്രനീതിയാണ്. അത് നമുക്ക് നോക്കാം, അല്ലെ? എല്ലാവരും ടെക്സ്റ്റ് എടുത്തോളൂ. പത്രനീതി അതില് 54-ാമത്തെ പേജ് കേട്ടോ. പത്രങ്ങളെ പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ. വലിയ പ്രതിദിന വാർത്താ മാധ്യമങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇത് സുകുമാരൻ അഴീക്കോടാണത് ഈ ലേഖനം നമുക്ക് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പത്രനീതിയെ കുറിച്ച് അദ്ദേഹം പറയുകയാണെന്ന് അർത്ഥം. അപ്പോ എല്ലാ സാധാരണ ആളുകളും എല്ലാ പത്രം ചോദിച്ചാൽ, പത്രം എന്ന് പറഞ്ഞാൽ നല്ലത് പത്രേ, അല്ലെ? ഇപ്പൊ നമ്മൾ കാണുന്ന പത്രം മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും ദേശാഭിമാനിയാണെങ്കിലും കേരള കൗമുദി ആണെങ്കിലും ജനയുഗ ആണെങ്കിലും ജന്മഭൂമിയാണെങ്കിലും കേരള കൗമുദി ഏത് പത്രമാണെങ്കിലും, അല്ലെ? ദീപികയാണെങ്കിലും മാധ്യമമാണെങ്കിലും എന്ത് പത്രമാണെങ്കിലും അതൊക്കെ നല്ലത് പറയും, അല്ലെ? ആളുകളൊക്കെ നല്ലതേ പറയുള്ളൂ എന്നർത്ഥം.
വലിയ പ്രതിദിന വാർത്താ മാധ്യമങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ. പ്രതിദിന വാർത്താ മാധ്യമങ്ങളെ ഇപ്പൊ ഇന്ത്യൻ എക്സ്പ്രസ്, ദി ഹിന്ദു ഒക്കെ പത്രങ്ങളാണ്. അവരെ കുറിച്ചിട്ടാണ് ഇപ്പോൾ കവി ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒരുപാട് ചെറിയ പത്രങ്ങളൊക്കെ ഉണ്ട്, ഈ സായാഹ്ന പത്രങ്ങളൊക്കെ ഉണ്ട്, മഞ്ഞപ്പത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിലൊക്കെ എന്തൊക്കെയെന്നാണ് അടിച്ചു വിടുന്നത് അറിയും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ നമ്മളെ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് പത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് പത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് ഏതാ സ്റ്റാൻഡേർഡ് പത്രം ഉള്ളത്? കുറച്ച് നല്ല ന്യൂസ് വരുന്നത് മലയാള പത്രങ്ങളൊക്കെ സ്വാർത്ഥ വേണ്ടി അവര് സത്യത്തെ വളച്ചൊടിക്കുന്ന പത്രമാണ്. എന്നാൽ ദി ഹിന്ദു ആണെങ്കിലും എക്സ്പ്രസ് ഒക്കെ ആണെങ്കിലും നല്ല പത്രമാണ്. ഒരുപാട് സത്യസന്ധമായ ന്യൂസുകൾ വരുന്നുണ്ട് അതിലൊക്കെ. അപ്പൊ ആ പത്രത്തെ കുറിച്ചിട്ടാണ് ഇപ്പോ നമ്മുടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. മറ്റുതരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷികാംഗികം മാത്രമാണ്. ആനുഷികാംഗികം എന്ന് പറഞ്ഞാൽ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാത്രം. മറ്റു പത്രങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഞാനിത് പറയുന്നത് എന്താ വെച്ചെങ്കിൽ അത് ആനുഷാംഗികമാണ്, അല്ലെങ്കിൽ സന്ദർഭത്തിനും ആവശ്യത്തിനും അനുസരിച്ച് മാത്രമേ പറയുള്ളൂ എന്നർത്ഥം. ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് നമുക്ക് ഇന്നത്തെ ഇതറിയാം. നമുക്ക് ഏത് എന്താണെങ്കിൽ വാർത്ത, ഏത് മനുഷ്യനും വാർത്ത അറിയും വേണം, എന്നാൽ നമുക്ക് വാർത്ത കൊടുക്കും വേണം. അതൊക്കെ പത്രമാണ്. പത്രമാധ്യമങ്ങളിലൂടെ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് വാർത്ത നമുക്ക് അറിയാനും വാർത്ത കൊടുക്കാനും അങ്ങനെ കഴിയുള്ളൂ എന്നർത്ഥം. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ അകായിക സംഭവത്തെ ലോകത്തിന് മുൻപിലും എത്തിക്കുന്നു. അതാണ് ഇപ്പൊ നമുക്കറിയാം, ഇടയിലെ എവിടെയെങ്കിലും സംഭവം ഉണ്ടായാൽ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് എത്തും. അത് എന്താണെങ്കിലും നമുക്ക് പത്രമാധ്യമത്തിന്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യമാണ്. ലോകത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു സംഭവം മിനിറ്റ് വെച്ചുകൊണ്ടെത്തുന്നു. പഴയ കാലത്തൊക്കെ നമുക്ക് എത്രയേ ബുദ്ധിമുട്ടാണെന്നറിയോ. ഒരു ഭാഗത്ത് വാർത്ത ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെ ഇവിടെ ഇന്ത്യയിലത്തെ ഒരു വാർത്ത, ഇന്ത്യയിൽ ചിലപ്പോൾ നമ്മളെ നാട്ടിലൊരു വാർത്ത ഉണ്ടെങ്കിൽ വിദേശത്തേക്ക് എത്തുക എന്താ വെച്ചെങ്കിൽ ചിലപ്പോ ഒരു 2 ആഴ്ചയൊക്കെ കഴിയും, ചിലപ്പോ 1 മാസമൊക്കെ കഴിയും. അല്ലെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പോ 2 മാസം കഴിയും, ചിലപ്പോ 6 മാസം കഴിയും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു ന്യൂസ് ഉണ്ട്, ഒരു ഭാഗത്ത് ഉണ്ടായിട്ടില്ല, അത് അങ്ങനെ അവിടെ കൊടുത്ത് അങ്ങനെ പോകണം. അല്ലെ, അങ്ങനെയൊക്കെയുള്ള മാധ്യമം കത്തിലൂടെ അറിയിക്കുക. അതല്ലെങ്കിൽ എന്താ വെച്ചാ ഒരാള് ദൂത് വിടുക. അപ്പൊ ഇവിടുത്തെ രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റു രാജ്യത്തേക്ക് അവിടെ എത്തണം, അതിനപ്പോഴേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറയണം. അങ്ങനെയൊക്കെ അത്ര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞാൽ. അന്നൊക്കെ വളരെ ശുഷ്കമായിരുന്നു നമ്മളെ മാധ്യമ പ്രവർത്തനം. ഒന്നും ഇല്ല എന്നർത്ഥം. ഇന്നോ ഞൊടിയിടെയാണ്. എന്ന് പറയുമ്പോൾ ആകെ അറിയും. ഒറ്റ നിമിഷം കൊണ്ട് ഒരു നാട്ടിലെ എവിടെയെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ആഫ്രിക്കയിലോ ദക്ഷിണാഫ്രിക്കയിലോ അല്ലെങ്കിൽ ജപ്പാനിലോ ജർമ്മനി എവിടെ ആയിക്കോട്ടെ, ഏത് പാശ്ചാത്യ നാടുകളിൽ ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മളെ വീടിന്റെ മുന്നില് അല്ലെങ്കിൽ വീടിന്റെ ടിവിയുടെ മുമ്പിലേക്ക് എത്തിച്ചു വരും. അത്രയ്ക്ക് ഞൊടിയിടയിലാണെന്ന് വാർത്തകൾ എത്തിക്കാൻ കഴിയുന്നത് നടത്തും. നല്ലൊരു വികസനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുപോലെ നമ്മുടെ കയ്യില്, നമ്മുടെ വീട്ടില്, നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും സംഭവങ്ങളെ അവരെ മുമ്പിലേക്ക് എത്തിക്കാൻ പെട്ടെന്ന് കഴിയും. നമ്മൾ അറിയുന്ന മുമ്പ് അവർ അറിയും. അത്രയ്ക്കും ജാഗ്രതയാണ്, അത്രയും അവസ്ഥയാണ്, അത്രയും എന്ന് പറഞ്ഞാൽ ശക്തമായ മാധ്യമമാണ് നമ്മുടെയൊക്കെ ഈ ഒരു മേഖല നടത്തുന്നത്. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. അതാണ് വേറൊരു വിരോധാഭാസം. അപ്പൊ പത്രത്തെ പത്രത്തെ എതിർക്കണമെങ്കിൽ അത് എതിർക്കാൻ എന്ത് ചെയ്യണം? ആ പത്രത്തെ തന്നെ നമ്മള് ഇതിനെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് പറയുന്നു, നമ്മളെ മനോരമ പത്രം വെറും പരസ്യമാണ് മുഴുവൻ കാണുന്നത്. പരസ്യ പത്രങ്ങളാണ് അതില്. പിന്നെ അതുപോലെ തന്നെ പത്രങ്ങളിൽ ഒരുപാട് എന്താണെങ്കിലും ജനങ്ങളെ ആകർഷിക്കാനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള സംഭവങ്ങള് അവർ കൊടുക്കുന്നു. വലിയ വെണ്ടയ്ക്കാക്ഷരത്തിൽ അവർ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കൊലപാതകമാണെങ്കിലും പീഡനങ്ങളാണെങ്കിലും അതൊക്കെ വലിയ തലക്കെട്ടിൽ എഴുതും. അങ്ങനെ ആ തലക്കെട്ടിൽ എഴുതുമ്പോൾ അത് വായിക്കാൻ ജനങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും. അതിനുവേണ്ടി അവർ എഴുതുന്നത്. അതോടുകൂടി മൂല്യത്തകർച്ച സംഭവിക്കുന്നു പത്രത്തിന്റെ. കാണുമ്പോഴത്തെ സമയത്ത് കൊലപാതകങ്ങളും പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും ആക്രമണങ്ങളും മാത്രം കാണുന്ന ഒരു കാഴ്ച ഇപ്പൊ നമ്മൾ പത്രക്കെടുത്ത് നോക്കിയാൽ തന്നെയാണ്. അതിനവര് പ്രാധാന്യം കൊടുക്കും. നല്ല കാര്യങ്ങൾക്കൊന്നും ആദ്യം ഒരു വെണ്ടയ്ക്കക്ഷരത്തിൽ എഴുതാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പറയാനൊന്നും ശ്രമിക്കുന്നില്ല. കാരണം അത് അവരെന്താണ്, അവര് ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വിരോധാഭാസമാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യണം, ഈ പത്രങ്ങള് എല്ലാവരും വാങ്ങണം, ജനങ്ങൾക്ക് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ആവശ്യം. ഇപ്പോ ഒരാളെ ശ്വാസം മുടിച്ചു കൊന്നു, ഒരാളെ പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അതെവിടെ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും ഈ വായനക്കാർക്ക്. എന്നാ പത്രം വാങ്ങും.
അങ്ങനെയാണ് നമ്മൾ ഈ പത്രത്തിന്റെ മൂല്യത്തകർച്ച സംഭവിച്ചതെന്നൊക്കെ ട്ടോ. ശ്രദ്ധിക്കുന്നതൊക്കെ. അപ്പോ പത്രം എന്ന വിരോധാഭാസം ഇതത്രേ. അതായത് എന്താണ് പത്രം എന്ന വിരോധാഭാസം? 2 മാർക്കിൽ ചോദിച്ചതാണ്. അതായത് ഈ എന്താണ് പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിനെ പോലും നമ്മളെ പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. നമുക്കിന്ന് ലോകത്തിലെ എവിടുത്തെ ന്യൂസും ഞൊടിയിടയിൽ നമ്മുടെ മുമ്പിൽ എത്താനും നമ്മളാകായ വാർത്തകൾ അവരെ മുമ്പിൽ എത്തിക്കാനും ഇന്ന് പത്രങ്ങൾ കൊണ്ട് സാധ്യമാകുന്നു. അതേപോലെ തന്നെ നമ്മളൊരു പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ പോലും ആ എതിർപ്പിനെ പോലും നമ്മൾ എന്ത് ചെയ്യാം, അതിനെ പ്രചരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പത്രം തന്നെ വേണം, അല്ലെ? അതാണ് വിരോധാഭാസം. പത്രത്തെ നമ്മൾ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും നമുക്ക് പത്രത്തെ തന്നെ ആശ്രയിക്കണം, അല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്നർത്ഥം. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നു എന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. എവിടുത്തെ ന്യൂസ്, എന്ത് ന്യൂസ് വേണമെങ്കിലും നമുക്ക് പത്രം തരുന്നു. അപ്പൊ നമുക്ക് ചൊവ്വയിലത്തെ ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങള്, ചൊവ്വയില് മനുഷ്യ താമസത്തിന് യോഗ്യമാണ് എന്നുള്ള ചെറിയ വൃത്താന്തവും പോലും അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ജീവന്റെ അംശം അവിടെ ഉണ്ട് എന്നും അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞൊടിയിടയിൽ നമുക്ക് എത്തിക്കാൻ, ഓരോ ദിവസവും നടക്കുന്ന പരീക്ഷണം അപ്പപ്പം തന്നെ നമുക്ക് എത്തിക്കാൻ പത്രത്തിന് കഴിയുന്നുണ്ട് എന്നർത്ഥം, അല്ലെ? അതുപോലെ ചൊവ്വ, അതുപോലെ വ്യാഴം എന്നുള്ള ഗ്രഹത്തിലെയൊക്കെ കാര്യങ്ങള്, എന്ത് സംഭവങ്ങൾ, നേരിയ സംഭവങ്ങൾ പോലും ഇപ്പൊ ഏറ്റവും വലിയ അജ്ഞാത മനുഷ്യനുണ്ടെന്നുള്ള കാര്യമാണ്. അജ്ഞാത മനുഷ്യൻ, അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നൊക്കെയുള്ള ന്യൂസുകൾ അവിടെ കണ്ടു, ഇവിടെ കണ്ടു. അപ്പൊ നമുക്കൊക്കെ ഒരു ആകാംക്ഷയാണ്, എന്താണ് അന്യജീവികൾ, എങ്ങനെയാണ്, എവിടുന്നാണ് നമുക്ക് കാണാൻ കഴിയാത്ത എത്രയോ തരത്തിലുള്ള ഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ പറയണത്, അല്ലെ? നമുക്ക് കൂടുതൽ ജനയോഗ്യ അല്ലെങ്കിൽ താമസയോഗ്യമായിട്ടുള്ള നമ്മളെക്കാട്ടിലും രൂപത്തിലും ഭാവത്തിലും ശക്തിയിലും ഒക്കെ കേവലന്മാരായിട്ടുള്ള ഒരുപാട് ജീവികള് മറ്റു ഗ്രഹങ്ങളിലുണ്ട്, അല്ലെ? എന്നൊക്കെയാണ് നമ്മളിന്ന് ശാസ്ത്രം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് അവിടെ കണ്ടുമുട്ടി, ഇവിടെ കണ്ടുമുട്ടി, അജ്ഞാത ജീവിയെ കണ്ടുമുട്ടി, അത് ഇന്ന ഗ്രഹത്തിൽ നിന്ന് വന്നതായിരിക്കാം, അവര് അവിടുന്ന് നമ്മളെ അന്വേഷിക്കാൻ വേണ്ടി വിട്ടതാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൃത്താന്തങ്ങൾ, അല്ലെ? നമുക്ക് പെട്ടെന്ന് എത്തിക്കാനും. ഇപ്പോ നമുക്ക് ചൊവ്വയിൽ സ്ഥലം വാങ്ങാം, നമുക്ക് നമ്മുടെ അത്രയും സെറ്റപ്പാണ്, അത്രയും നമ്മൾ ഡെവലപ്പ് ചെയ്തു. ചൊവ്വയിൽ സ്ഥലം വാങ്ങാൻ നമുക്ക് അവിടെ ഇത്ര ഏക്കറുകൾ വാങ്ങിയിടാം, അല്ലെ? ചന്ദ്രന്റെ അവസ്ഥ, അവിടെ എങ്ങനെ കാര്യങ്ങൾ, അവിടെ നമുക്ക് താമസിക്കാൻ പറ്റുമോ? എന്താണെങ്കിലും ഒരു 5000 വർഷങ്ങൾ കഴിഞ്ഞാല് നമുക്ക് എന്താണെങ്കിലും ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ താറുമാറാവും എന്നുറപ്പാണ്. ഈ അന്തരീക്ഷ മലിനീകരണവും അതുപോലെ ഒരുപാട് പൊല്യൂഷൻസും, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മുടെ സൂര്യനൊക്കെ 5000 വർഷം കഴിഞ്ഞാൽ മരിക്കും എന്നൊക്കെ പറയണത്. അത്രയും സൂര്യൻ മരിച്ചാൽ ആകെ ഇവിടെ നിശ്ചലമാവില്ലേ, ഇരുട്ടും ആകെ മഞ്ഞിന്റെ പാളികളും അങ്ങനെയൊക്കെ നമ്മളതിൽ പോകില്ല. അത്രയും സൂര്യ ചൂട് കൊണ്ടാണ് ഈ നിലനിൽപ്പൊക്കെ ഉണ്ടാവുന്നത്, അല്ലെ? അതൊക്കെ ഇവിടെ ആകെ പ്രശ്നമാവും. അപ്പോഴേക്കും നമ്മൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് മറ്റു ഗ്രഹങ്ങളിലേക്ക് നമുക്ക് താമസിക്കാൻ കഴിയും, നമുക്ക് അവിടെയും നമുക്ക് മനുഷ്യന് വാസം ഉറപ്പിക്കാന്നൊക്കെയാണ് ഇപ്പൊ ശാസ്ത്രം കണ്ടെത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ കേട്ടോ. ഓക്കെ, അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. അതാണ് പറ്റിയ വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല എവിടെയുള്ള മേലെയുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നു, അല്ലെ? പത്രങ്ങൾ സൂര്യന് ചുവടെയുള്ള മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നു എന്നും അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാം നമ്മൾ വിമർശിക്കും, ഏത് വിഷയത്തെക്കുറിച്ചും പത്രങ്ങളോട് വിമർശിക്കുന്നു. പക്ഷെ എന്നാൽ പത്രങ്ങള് അത്രയൊന്നും വിമർശിക്കപ്പെടുന്നില്ല. അതെന്താണ്? ഈ പത്രങ്ങളെ എന്താണ് നമ്മൾ വിമർശിക്കാത്തത്? പത്രങ്ങൾ എന്തുകൊണ്ട് നമ്മൾ വിമർശിക്കുന്നില്ല? പത്രങ്ങളെ വിമർശിക്കണമെങ്കിൽ പത്രങ്ങളെ മാത്രമേ പറ്റുള്ളൂ, അതിലൂടെ മാത്രമേ നമുക്ക് വിമർശിക്കാനും പറ്റുള്ളൂ, അല്ലാതെ വേറൊരു മാധ്യമവും ഇല്ലല്ലോ എന്നർത്ഥം. കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു, പേടിയാണ്. അപ്പോ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. സ്വേച്ഛാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നില്ല. എല്ലാവർക്കും പേടിയ പത്രത്തെ. പത്രത്തിൽ മിനിറ്റ് വെച്ചൊരു കാര്യങ്ങൾ വന്നാല് എന്തൊരു നല്ലൊരു സംഭവമാണെങ്കിലും അത് വളരെയധികം വലിയ ഇഷ്യൂ ആവും. ആകെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഈ മാധ്യമങ്ങൾക്ക് കഴിയുന്നു. ഇപ്പൊ നന്നായിട്ട് പോകുന്ന, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടത്തിന് എന്തെങ്കിലും പേര് അല്ലെങ്കിൽ ദുഷ്പേരുണ്ടാക്കിയിട്ട് അത് തകർക്കാൻ വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങൾ ഒപ്പിച്ചിട്ട് ശക്തമായിട്ട് നമുക്ക് ജനവികാരം അവർക്കെതിരെ പ്രയോഗിക്കാൻ കഴിയും എന്നർത്ഥം.
അത്രയ്ക്കും. അപ്പൊ ഏത് സ്വേച്ഛാധിപതിയാണെങ്കിലും അവർക്ക് പോലും പേടിയാണ്. സ്വേച്ഛാധിപതിയെ അല്ലെങ്കിൽ അയാളെ പിന്നെ തകർക്കാനും ഇനി അയാളെ ഉയർത്താനും അല്ലെങ്കിൽ അയാളെ രക്ഷിക്കാനും ഒക്കെ പത്രങ്ങൾക്ക് കഴിയുന്നർത്ഥം. അപ്പൊ എല്ലാവരും പത്രത്തെ പേടിക്കുക, എന്താ വരും ചെയ്യുക നമ്മളെ കുറിച്ചിട്ടുള്ള അർത്ഥത്തിലാണ് അർത്ഥം. കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു. ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ്. അല്ലെ, ഭരണാധികാരി പോലും നമ്മളെ പത്രത്തെ പീഡിപ്പിക്കുന്നു. അവർ പേടിയാണ്. കാരണം ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ അതിനു മുമ്പ് തന്നെ ഓരോ മറ്റുള്ള നമുക്ക് പറയല്ല, രാഷ്ട്രീയം പറയല്ല, അത് ഉണ്ടോ ഇല്ലേ എന്നല്ല നമുക്ക് അറിയേണ്ടത്. ഇപ്പോ പിന്നെന്താ നമ്മുടെ ഇതുണ്ടല്ലോ, ഇതിന് മുമ്പത്തെ ഒരു പ്രശ്നങ്ങൾ സരിതയുമായി ബന്ധപ്പെട്ട അല്ലെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെ, സോളാർ, അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ന്യൂസുകൾ വന്നിട്ട് ആ ഒരു ഭരണകൂടത്തിന് വികാരം വരുത്താനും, അതേപോലെ തന്നെ സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായൊരു വികാരം കൊണ്ടുവരാനൊക്കെ പത്രങ്ങൾക്ക് കഴിയും. അപ്പൊ എല്ലാവരും പത്രത്തെ പേടിക്കുന്നു. അവർക്ക് ഒരു ഉൾഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും പത്രത്തിനോട് അടുത്തേക്ക് വരാൻ തന്നെ പേടിക്കുന്നത്. കാരണം ഇവരെന്താ ചെയ്യാന്നറിയില്ല, ഇവരെങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. അതുകൊണ്ട് ദേഷ്യപ്പെടും ചില സമയത്ത്. നമ്മളെ ചീഫ് മിനിസ്റ്ററൊക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. ആ സമയത്ത് അവര് പത്രങ്ങൾ അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അത് അവർ കുത്തി ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അത് അവരുടെ സ്വഭാവം. പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നിട്ട് പതറിയിട്ടാണ് പറഞ്ഞത് അവരെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറയില്ല. നമ്മളെ ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ പത്രം. അപ്പൊ അവരോട് പുറത്തേക്ക് പോകണമെന്നൊക്കെ അന്ന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ആയിരിക്കാം. കാരണം അതിന്റെയൊക്കെ എല്ലാവർക്കും എന്തിനും പേടിയാണ്. അവര് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വലിച്ച് എഴുതും. അപ്പൊ എല്ലാവരും പേടിക്കുന്നുള്ളൂ. അപ്പൊ അവരെ പേടിച്ചേ പറ്റൂ എന്നർത്ഥം. പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ്. അപ്പൊ അങ്ങനെ ചില പത്രങ്ങളെ എന്ത് ചെയ്യും, പെട്ടെന്ന് നിരോധിക്കും അല്ലെ. ഭരണാധികാരി പത്രത്തെ ചിലപ്പോൾ പീഡിപ്പിക്കും. പത്രക്കാർക്ക് കടക്കപ്പുറത്തെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടായില്ല. അതുപോലെ നിരോധിക്കും ചെയ്യും ചിലപ്പോൾ, അത്ര പത്രം വേണ്ടെന്നൊക്കെ. സ്വേച്ഛാധിപതികളാണ് ചെയ്യുക അങ്ങനെയൊക്കെ. നമ്മുടെ ജനാധിപത്യത്തിലൊന്നും ചെയ്യില്ല, സ്വേച്ഛാധിപതികൾ അങ്ങനെ ചെയ്തിരുന്നു എന്നർത്ഥം. ഹിറ്റ്ലർ ആണെങ്കിലും മുസോളിനി ആണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തിരുന്നു. പത്രത്തെ അവര് അടിച്ചമർത്തുക, അവരെ പുറത്തേക്ക് ആക്കുക ഒക്കെ ചെയ്തിരുന്നു അർത്ഥം. ഈ പേടി മൂലമാണ്, അതിന്റെ മഹാശക്തിയാണ് ഭയം. ഉണ്ടോ, അത് മഹാശക്തിയാണ് പത്രം. അത് എന്താണ്, കാട്ടുതീ പോലെയാണ് ഒരു ന്യൂസ്. ഒരു നല്ല ന്യൂസോ അല്ലെങ്കിൽ ചീത്ത ന്യൂസോ കാട്ടുതീ പോലെ പടർത്താൻ അവർക്ക് കഴിയും. അത് അവരൊക്കെ പേടിക്കുന്നതെന്നർത്ഥം. നെപ്പോളിയൻ തുറന്നു പറഞ്ഞു, ബൈനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണ്. കേട്ടോ, നെപ്പോളിയൻ അണ്ടർലൈൻ ചെയ്യാം. നെപ്പോളിയൻ പറഞ്ഞു, എനിക്ക് മൂർച്ചയേറിയ ബൈനറ്റ് അല്ലെ, പീരങ്കി ഉണ്ടെന്നൊക്കെ പറയില്ല നമ്മള്, അതിനേക്കാൾ എനിക്ക് പേടിയായത് തന്നെയാണ് ഈ പത്രത്തെയാണെന്ന് പറയുന്നു. ബൈനറ്റിന്റെ മൂർച്ച ഭയങ്കരമാണ്, അത് ഭയങ്കര മൂർച്ചയാണ് ബൈനറ്റിന്റെ. അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന് എന്നാണ് നെപ്പോളിയന്റെ ആ ഒരു പ്രസ്താവന കൊണ്ട് നമ്മളെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിന് എന്തെങ്കിലും നമുക്ക് വാക്കുകൾ നോക്കൂ, എന്തെങ്കിലും ഉണ്ടോ നോക്കുക. പത്രങ്ങളെ പ്ലസ് പറ്റി, പത്രങ്ങളെ പറ്റി ദ്വിത്വം. പിന്നെ എന്തെങ്കിലും പത്രത്തിൽ ഇതുണ്ടോ നോക്കിക്കോളൂ, എന്തെങ്കിലും പദച്ഛേദങ്ങള്. അതൊന്നും ഇവിടെ കാര്യമില്ല, വേറൊന്നും ഇല്ല അല്ലേ, വേറൊന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് അടുത്ത് നോക്കിക്കോളൂ. പത്രങ്ങളെ പറ്റി വാഴ്ത്തി പറഞ്ഞ വാക്കുകൾക്ക് ക്ഷാമമില്ല. കാരണം പത്രങ്ങളെ പറ്റി ഒരുപാട് പേര് വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, പത്രങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് അർത്ഥം. രാഷ്ട്രീയത്തിലെ 4ാമത്തെ മഹാശക്തിയാണ് പത്രം. ഞാൻ പറഞ്ഞത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുക പത്രത്തെ. ഫോർത്ത് എസ്റ്റേറ്റ് 4ാമത്തെ മഹാശക്തിയാണ് പത്രം. വലിയൊരു ചിന്തകൻ പറഞ്ഞതാണ്, തന്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്നും കിട്ടിയതാണ് എന്നുവരെ ഒരു എഴുത്തുകാരൻ പറഞ്ഞു. എനിക്ക് എന്തെല്ലാം വിവരം കിട്ടി അതൊക്കെ പത്രങ്ങളിൽ നിന്നാണ് എന്ന് ഒരു എഴുത്തുകാരൻ, ഒരു ചിന്തകൻ പറഞ്ഞിരുന്നു കേട്ടോ. എന്നാൽ പത്രങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ പ്രശംസ ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജെഫേഴ്സിൽ നിന്നാണ് കിട്ടിയത്. ഈ പത്രത്തെ പ്രശംസിച്ചിട്ടുള്ള ഏറ്റവും കേമനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രേമിയാണ് ജെഫേഴ്സൺ. അതേ എന്തേ പറഞ്ഞു നോക്കൂ. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലേഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയെ ആണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുക. അണ്ടർലൈൻ ചെയ്യാം. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ എനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥ ആണ്. എനിക്ക് ഈ പത്രമില്ലാത്ത ഒരു ഭരണത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭരണമില്ലാത്ത പത്രമുള്ള അവസ്ഥ.
അപ്പോൾ അത്രയും ഒരു സ്വാതന്ത്ര്യ പ്രേമിയാണ് നമ്മുടെ ജെഫേഴ്സൺ. അപ്പൊ അദ്ദേഹം അത്രയും പത്രത്തിന്റെ സ്വാധീനമാണ്, പ്രാധാന്യമാണ് അദ്ദേഹം ഈ വാക്കിലൂടെ പറഞ്ഞു തരുന്നത് എന്നർത്ഥം. പത്രമുണ്ടായാൽ എല്ലാമായി എന്നല്ലേ ഇതിന്റെ താല്പര്യം. പത്രമുണ്ടായാൽ നമുക്ക് വേറൊന്നും വേണ്ട. ഇനി ഭരണം ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് നല്ല പത്രം ഉണ്ടായാൽ മതി. അപ്പൊ പത്രത്തിന്റെ അത് എങ്ങനെയായിരിക്കണം ആ പത്രത്തിന്റെ ധർമ്മം എന്നുള്ള സൂചന കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജെഫേഴ്സന്റെ വാക്കില് നല്ലൊരു പത്രം എങ്ങനെയാ, പത്രധർമ്മം എന്താണെന്നുള്ള സൂചന കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം നല്ല പത്രം ഉണ്ടായാൽ എനിക്ക് ഭരണത്തെക്കാൾ എനിക്ക് ഇഷ്ടം അതാണെന്ന് പറയും. നല്ല സത്യസന്ധമായ ന്യൂസുകൾ പറയാൻ, കറക്റ്റ് ന്യൂസുകൾ പറയാൻ, അല്ലെ, എനിക്ക് ഭരണമില്ലാത്ത അവസ്ഥയില് നല്ല പത്രം ഉണ്ടായാൽ മതി എന്നർത്ഥം ഉദ്ദേശിക്കുന്നത്. ജെഫേഴ്സന്റെ അഭിപ്രായം സൂക്ഷ്മമായി ചിന്തിച്ചാൽ പത്രത്തെ പ്രശംസിച്ചതല്ല, പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിനെ നിർവഹിച്ചതാണ്. കണ്ടോ, അതാണ് പ്രശംസിക്കപ്പെടാൻ. എല്ലാ പത്രത്തെയും ഒന്നല്ല പറയുന്നത്, പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പത്രധർമ്മം എന്തായിരിക്കണം എന്നൊരു സൂചനയാണ് ജെഫേഴ്സന്റെ ആ വാക്കിലൂടെ നമുക്കറിയാൻ കഴിയുന്നത് എന്നർത്ഥം. അത് സ്തുതിയല്ല, സ്തുതിയായിട്ട് പറയല്ല, താക്കീതാണ്, ശക്തമായ താക്കീതാണ്. പത്രധർമ്മം എന്തായിരിക്കണം എന്നാണ് ജെഫേഴ്സൺ ആ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. അതൊരു ചോദ്യം വന്നിട്ടുണ്ട്. ജെഫേഴ്സൺ പറഞ്ഞ പ്രസ്താവനയുടെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്താണ്? പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലേഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ്, അല്ലെ, അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? അതൊരു സ്തുതിയല്ല. ഏത് പത്രത്തെയാണ് നമ്മൾ എന്തായിരിക്കണം പത്രധർമ്മം, എന്തായിരിക്കണം നല്ല പത്രം എന്നുള്ളൊരു നിർവചനമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. അതോടുകൂടിയിട്ട് അതായത് അതൊരു സ്തുതിയായിട്ടൊന്നും നമുക്ക് കണക്കാക്കണം, ഒരു താക്കീതാണ്. എല്ലാ പത്രപ്രവർത്തനമുള്ള ഒരു താക്കീതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നമുക്ക് പറയാം. അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നാണ് ആ അഭിപ്രായത്തിന്റെ സാരം. അതാണ് ഒരു കാര്യം. നോക്കൂ, എത്ര നമുക്കൊരു അരാജകമായ അവസ്ഥയിൽ പോലും, അല്ലെ, നമുക്ക് ആകെ ദുഷിപ്പുണ്ടാകുന്ന അവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളായിരിക്കണം നമുക്ക് വേണ്ടത്. ഇപ്പൊ പ്രളയകാലത്തൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പത്രക്കാർ കാഴ്ചവെച്ചു, അല്ലെ, പ്രതീക്ഷകളൊക്കെ തന്നിരുന്നു. അങ്ങനെയുള്ള അവസ്ഥ നമുക്കുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഒരു ആശ്വാസമായി. ഇപ്പൊ ഈ കോവിഡിന്റെ കാലത്ത് കുറെ പ്രശ്നങ്ങളുണ്ടായി. കോവിഡിന്റെ കാലത്ത് വേണ്ടതും വേണ്ടാത്തതൊക്കെ പത്രങ്ങളിലൂടെ വന്നതോടുകൂടി നമ്മളൊക്കെ കുറെ ഭയചകിതരായി എന്ന് പറയും, അല്ലെ, പേടിച്ചു. അവിടെ അത്ര വ്യാപിക്കുന്നു, ഇവിടെ എങ്ങനെ വ്യാപിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, നമ്മളാകെ പേടിപ്പെടുത്തി, അല്ലെ. അങ്ങനെ ഒരു ഭയാശങ്ക നമുക്ക് തരാൻ അതിന് കഴിഞ്ഞു എന്നർത്ഥം. എന്താണെന്ന് അർത്ഥത്തില്. അപ്പൊ അതൊന്നുമല്ല ശരിക്കും പത്രധർമ്മം. സത്യസന്ധമായിട്ട് നമുക്ക് അല്ലെങ്കിൽ സത്യസന്ധമായ ന്യൂസായിട്ട് തന്നെ സത്യം നടന്നിട്ടുള്ള ന്യൂസുകൾ മാത്രം തരുന്ന കാഴ്ച, അങ്ങനെ ആയിരിക്കണം ഒരു പത്രധർമ്മം നടത്തും, അല്ലെ. അപ്പൊ കോവിഡിന്റെ വ്യാപനം ഉണ്ടാവുന്ന സമയത്ത് കുറെ ആൾക്കാര് കോവിഡ് പിടിച്ചു, അല്ലെങ്കിൽ സമൂഹത്തിൽ കോവിഡ് മരണം കൂടുന്നു, ആൾക്കാരൊക്കെ മരിച്ചു വീഴുന്നു, അത് എല്ലായിടത്തും വ്യാപനമാണ് എന്ന് പറഞ്ഞ് നമ്മളെ ആകെ പേടിപ്പിക്കാതെ എത്ര ആൾക്കാർക്ക് നമുക്ക്, അല്ലെങ്കിൽ ഈ അസുഖം ബാധിച്ച ആൾക്കാരെ എത്ര നമ്മളെ എത്ര സുഖപ്പെടുത്താൻ കഴിഞ്ഞു, അതിന് മുൻതൂക്കം കൊടുത്തിട്ട് വേണം പത്രക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ വ്യാപിച്ചും അല്ലെങ്കിൽ ക്വാറന്റൈനിൽ പോയ ആൾക്കാർ, അല്ലെങ്കിൽ ഇത്ര കൂടി വരുന്നു, അല്ലെങ്കിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു, ജനങ്ങളെ ആകെ വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ആകെ വിഷമിപ്പിക്കുന്ന രീതിക്ക് ആവരുത് നമ്മുടെ പത്രപ്രവർത്തനം, അല്ലെ. നമുക്കത് എന്തായാലും നമുക്ക് അതിജീവിച്ചേ പറ്റൂ. അതിജീവിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്ന് അതിന്റെ ഒരു വലിയൊരു ഭയാനകമായ പേടിയെ നമ്മൾ ഇല്ലാതെയാക്കി എല്ലാവർക്കും ഒരു പോസിറ്റീവായ എനർജി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പത്രക്കാർക്കാണ്, അല്ലെ. അത് അവര് മനഃപൂർവ്വം അവരിത് ദുരുപയോഗപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. ചില പത്രങ്ങൾ പരിശോധിച്ചാൽ, എല്ലാ പത്രങ്ങളെയും കുറ്റപ്പെടുന്നില്ല, ചില പത്രങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന അർത്ഥം. അപ്പോ അരാജകമായ ഒരു അവസ്ഥയിൽ പോലും സത്യവും നീതിയും ഉണ്ടോ. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പോഴത്തെ അരാജകമായ ഒരു അവസ്ഥയാണ്, അത് ഭയചകിതമായ ഒരു അവസ്ഥയാണ്. ഒരു യുദ്ധം ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പൊ നമുക്കറിയാം ചൈനയായിട്ട് ഇന്ത്യ ഒരു യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ചൈനക്കാരുടെ അല്ലെങ്കിൽ അവര് വലിയ ആൾക്കാരാണ്, അവര് അങ്ങനെയാണ്, അവരത് ചെയ്യണം, അവര് നമ്മളെ ഇന്ത്യക്കാർ വളരെ മോശം, ഇന്ത്യക്കാർക്ക് വരെ ബുദ്ധിമുട്ടാണ്, അവർക്ക് അങ്ങനെയാണ്, അവര് ഇന്ത്യക്കാരുടെ മരണത്തെ അല്ലെങ്കിൽ അവരുടെ നേട്ടത്തെ ചുരുക്കി കാണിക്കുന്ന ഒരുപാട് പത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സേനയുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ച ഒരുപാട് പത്രന്യൂസുകൾ ഞാൻ കണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ ചൈനക്കാരുടെ പത്രങ്ങളാണോ അവ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്.
അല്ലെ? അതേപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മുടെ സൈനികർക്ക് ഊർജം കൊടുക്കാതെ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി കൊടുക്കാതെ അവർ ചെയ്ത പ്രവൃത്തിയോട് ഒരു പ്രോത്സാഹനം കൊടുക്കാതെ പാകിസ്ഥാനെയും അവരുടെ പട്ടാളക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പത്ര ന്യൂസുകളൊക്കെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മളെ രാജ്യത്തിന്റെ സ്നേഹത്തിനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഭീഷണിയാവുന്ന ഒരു പ്രവർത്തനമാണ് അത്തരം പത്രങ്ങൾ, അല്ലെ? അതൊക്കെ ക്രമേണ അതിനൊക്കെ ഇതിന്റെ ബ്യൂറോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന്റെ ആൾക്കാര് ആക്ഷൻ എടുക്കാൻ കഴിയും അവർക്ക്. വേണ്ടാത്ത കാര്യം ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാൻ തന്നെ നമ്മളെ ഈ ഡൽഹിയിലെ ഒരു വർഗീയ ലേഖല പൊട്ടിപ്പുറപ്പെട്ടു, അല്ലെ? ആ വർഗീയ ലേഖല എന്താണ് അവസ്ഥ എന്നറിയാതെ, എന്താ പ്രശ്നം എന്നറിയാതെ വളരെ പെട്ടെന്ന് തന്നെ അതിനെ വളരെ ശക്തമായിട്ട് തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അവർ വലിയ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് ഇങ്ങനെ എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ എഴുതി ചേർത്തത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, വേണ്ടാത്ത കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് പോലും അങ്ങനെ പ്രചരിക്കുന്നു. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായി കഴിയുന്ന ഒരു നാട്ടില് ഇത്തരം ഈ ദൂഷിച്ച അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്, അവിടെ അത്ര ആൾക്കാരെ കൊന്നു, മുസ്ലിങ്ങൾ ഇത്ര പിടിച്ച ആൾക്കാരെ കൊന്നു, ഹിന്ദുക്കൾ അത്ര പേരെ കൊന്നു, എത്ര കണക്കെടുത്തിട്ട് അവതരിപ്പിച്ച ഒരു പത്രപ്രവർത്തനം. അതൊക്കെയാണ് ശരിക്ക് നമ്മളെ ഈ ഒരു സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യന്റെ ഈ ഒരു സാമൂഹ്യ ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളിയായി തീരുന്ന പത്രപ്രവർത്തനമാണ് അതൊക്കെ. അങ്ങനെയൊക്കെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത്രയും പത്രങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നന്നായിട്ട് ഇവിടുന്ന് അവരുടെ പത്രധർമ്മത്തെ നമ്മൾ ശക്തമായി ചോദ്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്ന് കരുതാം. അപ്പൊ അതാണ് സമൂഹത്തെ രക്ഷിക്കുന്നത് എന്നാണ് ഈ അഭിപ്രായത്തിന്റെ സാരം. ആ ഉയർന്ന നിലയിൽ നിൽക്കണമെന്നും അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയി പോകുമെന്നുമുള്ള ശ്രദ്ധേയമായ ഒരു ധ്വനി അതിലുണ്ട്. അതാണ് അത് സത്യവും നീതിയും നമ്മൾ പുലർത്തുന്ന പത്രങ്ങളായ സാന്നിധ്യമാണ് നമുക്ക് സമൂഹത്തെ രക്ഷിക്കുന്നത്, അല്ലെ? അതാണ് വേണ്ടത്. ആ ഉയർന്ന നിലയിൽ നിൽക്കണമെന്നും അങ്ങനെ ഒരു ഉയർന്ന നില സത്യവും നീതിയും പുലർത്തുന്ന ഒരു പത്രങ്ങളുടെ സാന്നിധ്യം നമുക്ക് വേണം. ആ ഉയർന്ന നിലയിൽ നിൽക്കണമെന്നും അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ അവിടുന്ന് പറ്റ തരംതാണ് പോകുന്നത്. ഇത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ടോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിട്ടോ അതങ്ങടെ താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയി പോകും, അല്ലെ? പത്രം അത് ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ടുന്ന ഒരു അവസ്ഥയായി പത്രം മാറും എന്നർത്ഥം. ആയി പോകുമെന്നും ഉള്ള ശ്രദ്ധേയമായ ഒരു ധ്വനി അതിലുണ്ട് എന്നർത്ഥം. പത്രങ്ങൾ അത് മനസ്സിലാക്കിയോ? ഇങ്ങനെയൊക്കെ ഇത് പറയുമ്പോൾ സൂനാഴിക്കോട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ പത്രങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കിയോ? ഇത് ശരിക്കും പത്രങ്ങൾ മനസ്സിലാക്കണം ഈ സത്യം. ജെഫേഴ്സന്റെ ഈ ഒരു വാചകം, അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം, അതിന്റെ ഇന്നർ മീനിങ്സ്, ജെഫേഴ്സൺ പറഞ്ഞ അതിന്റെ ഇന്നർ മീനിങ്സ് ഇവിടുത്തെ എല്ലാ പത്രങ്ങളും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? ഇതിലെന്തെങ്കിലും നമുക്ക് പദച്ഛേദങ്ങളെ പത്രങ്ങളെ പ്ലസ് പറ്റി പത്രങ്ങളെ പറ്റി ദിത്വം, വാഴ്ത്തി പറഞ്ഞ അതിത്വം, ക്ഷാമം പ്ലസ് ഇല്ല ക്ഷാമമില്ല, അല്ലെ? ആദേശം. പിന്നെ അങ്ങനെ പോന്നിട്ട് വേറൊന്നും ഇതിൽ കാണാൻ കേട്ടോ. ആയി പോകും ദിത്വം, ശ്രദ്ധേയം പ്ലസ് ആയ ശ്രദ്ധേയമായ, അവിടെ ആദേശം. അതിലെ പ്ലസ് ഉണ്ട് അതിലുണ്ട്, അല്ലെ? അതിലെ പ്ലസ് ഉണ്ട് അതിലുണ്ട്, ലോപം. പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കറുത്ത നിഴലുണ്ട്. ഇവർക്ക് ഒരുപാട് ബഹുമതിന്റെ പത്രങ്ങൾക്ക് കിട്ടും. പത്രങ്ങൾക്ക് കിട്ടുന്ന ബഹുമതി അതിന് കറുത്ത നിഴലുണ്ട്. അത് ആദ്യകാലം തൊട്ട് തന്നെ ഒഴിയാബാധ പോലെ അതിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഒഴിയാബാധയാണ് ഇവർക്ക്, ഈ കറുത്ത നിഴലാണ് ഈ ബഹുമതിക്ക് പിന്നിൽ നടത്തും. ഈ വശം മറക്കരുത്. എന്തിന്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിവിരുദ്ധനായിരുന്ന ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദ്രോഹകാരിത്വത്തെ പലപ്പോഴും തുറന്നു കളിയാക്കിക്കൊണ്ടിരുന്നു. ഉണ്ടോ? ഓസ്കാർ വൈൽഡ് അദ്ദേഹം എന്ത് ചെയ്യും, എപ്പോഴും ഈ എന്തിന്റെയും മറുവശം കാണുന്ന ആളാണ് നമ്മളെ ഓസ്കാർ വൈൽഡ്. അദ്ദേഹം ഈ പത്രങ്ങളുടെ ദ്രോഹകാര്യം, അവർക്ക് പത്രങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം തുറന്ന് കളിയാക്കി എന്നാണ്. ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങൾ അദ്ദേഹം പത്രങ്ങൾക്കെതിരെ നടത്തി. ചില പത്രങ്ങൾക്കെതിരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതിഷേധിച്ചു. എന്താ പറഞ്ഞത്? സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല. അത് അദ്ദേഹം പറഞ്ഞത്, ഓസ്കാർ വൈൽഡ്. സാഹിത്യം ആരും വായിക്കുന്നില്ല, എന്നാ പത്രമാവട്ടെ, ആ കിട്ടാള് പത്രമാണ്, അതൊന്നും വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് പറഞ്ഞ വൈൽഡിലെ
സാഹിത്യകാരന്റെ അന്യൂനമായ പക്ഷപാതമാകാം. അദ്ദേഹം സാഹിത്യകാരെ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം. ആരും വായിക്കുന്ന സാഹിത്യം അല്ലെ, ഒരു കുറവില്ലാത്ത, അന്യൂനം എന്ന് പറഞ്ഞാൽ കുറവില്ലാത്ത ഒരു പക്ഷപാതം അല്ലെ ആയിരിക്കുക എന്നാ പറയണത്. പക്ഷേ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്താവനയെ പറ്റി ഇന്ന് വായനക്കാർ തെറ്റു പറയാമോ അല്ലെ? അപ്പൊ എന്താണെങ്കിൽ അവരുടെ ഈ പ്രശ്നം ഏറ്റവും കൂടുമ്പോഴാണെന്ന്, ഇന്ന് പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണ്. ഒരുപാട് വഷളത്തരങ്ങൾ അവരിങ്ങനെ കൂടിക്കൊണ്ടിരും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർ അതിജീവിക്കുന്നത് അല്ലെ. ആ പത്രം അതിജീവിക്കണമെങ്കിൽ വഷളത്തരം കൊണ്ടുവരണം എന്ന് ഉള്ള തീരുമാനങ്ങളിലേക്ക് എന്ന പ്രസ്താവനയെ പറ്റി ഇന്ന് വായനക്കാർ തെറ്റു പറയുമോ? വായനക്കാർക്ക് തെറ്റു പറയാൻ പറ്റുമോ എന്നർത്ഥം? ഒരിക്കലും പറയില്ല. ഓസ്കർ വൈൽഡിനെ വില കൽപ്പിക്കാത്തവരെ കണ്ടേക്കാം. ഇബ്സനെ അങ്ങനെ തള്ളാൻ നോക്കും. ഓസ്കർ വൈൽഡ് പറഞ്ഞു എന്നർത്ഥം. കാരണം ഒരുപാട് വഷളത്തരങ്ങൾ കൂടി വരിക പത്രങ്ങളിൽ. അതുകൊണ്ട് അദ്ദേഹം ശക്തമായി വിമർശിച്ചത് അല്ലെ. അതായത് പിന്നെ സാഹിത്യം വായിക്കുന്നുമില്ല, എന്നാൽ പത്രമൊന്നും വായിക്കാൻ കൊള്ളില്ല, ഒക്കെ വഷളത്തരാണ്, കൂടി വരുന്ന വഷളത്തരാണ്. അത് ജനങ്ങൾക്കൊക്കെ അറിയാം. വേണ്ടാത്ത ഞാൻ പറയില്ല, ഈ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നെഗറ്റീവ് മാത്രം വലിയ വണ്ടക്കക്ഷരത്തിൽ എഴുതും പത്രങ്ങൾ. പോസിറ്റീവായ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇപ്പോ കോവിഡ് വന്നാൽ കോവിഡ് എന്ന് വെച്ചാൽ എത്ര ആൾ മരിച്ചു, കോവിഡ് പോസിറ്റീവ് എത്ര ആൾക്ക് വ്യാപിച്ചു അല്ലെ, ജനങ്ങൾക്ക് പിന്നെ ആകെ വിഷമം, ജനങ്ങൾക്ക് ആകെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങോട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആകെ ഇങ്ങോട്ട് നല്ലൊരു കാര്യം, ഇപ്പൊ പോസിറ്റീവായ ആൾക്കാർ സുഖം പ്രാപിച്ചു, കോവിഡിനെ നമുക്ക് നിയന്ത്രിക്കാം എന്നൊക്കെ നല്ല നല്ല ന്യൂസ് കൊടുക്കുമ്പോൾ എല്ലാവരും അത് അങ്ങനെ ആവണം, പോസിറ്റീവ് എനർജി കൊടുക്കണം എന്നർത്ഥം. അതില്ലാത്ത എത്രയോ പത്രങ്ങൾ എന്നർത്ഥം. അപ്പോൾ അതാണ് വഷളത്തരം കൂടി വരുന്ന പത്രങ്ങളിൽ. പരസ്യങ്ങൾ എന്താ പത്രങ്ങളിൽ കൊടുച്ച പത്രങ്ങളിലൊക്കെ വെറും പരസ്യം മാത്രമേ ഉള്ളൂ. അപ്പോ ഇനി ഇപ്പൊ ഓസ്കാർ വൈൽഡ് കഴിഞ്ഞ് ഇബ്സൺ പറഞ്ഞത് എന്താണ്? അങ്ങോട്ട് പറഞ്ഞത് അതിലും കഠിനമാണ്. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കേണ്ടതാണ്. ആദ്യം ചെയ്യേണ്ടത് മൃഗങ്ങളെ മുകളിലല്ല പരീക്ഷണം നടത്തേണ്ടത്, ഈ പത്രക്കാരുടെ മുകളിലാണ്, രാഷ്ട്രീയക്കാരുടെയും പത്രക്കാരുടെയും മുകളിലാണ് പരീക്ഷണം നടത്തേണ്ടത്. അവരെയാണ് ശരിക്ക് എന്ത് ചെയ്യേണ്ടത്, ശസ്ത്രക്രിയ നടത്തേണ്ടത്. അവരുടെ മേലെ ശസ്ത്രക്രിയ നടത്തണം. എന്നിട്ട് അവരെ പരിശോധിക്കണം എന്താണ്, അവരാണ് ഈ വേണ്ടാത്തതൊക്കെ എഴുതി ചേർക്കുന്നത്. ഇപ്പൊ ഒരു മനുഷ്യനല്ല ഈ പത്രപ്രവർത്തകൻ, അവന്റെ ഉള്ളിലത്തെ അല്ലെങ്കിൽ ഹിഡൻ അജണ്ടയും അവൻ ഈ പത്രങ്ങളിലൂടെ തുറന്നു വിടുന്നത് അല്ലെ. ഒരു എന്തെങ്കിലും ഇപ്പൊ ഒരു ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ദേശവിരുദ്ധന് മാത്രമേ അങ്ങനെയുള്ളൊരു ബോധം ഉണ്ടാവും അയാളെ ഉള്ളിന്റെ ഉള്ളിൽ, ഒരു പത്രപ്രവർത്തകൻ. അതിങ്ങനെ എന്തെഴുതുമ്പോൾ അത് മാത്രം ചായച്ചു പിടിച്ച് എഴുതുന്ന ആൾക്കാർ. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോഴാണ് ഈ രാഷ്ട്രത്തിനെതിരെയുള്ള നീക്കങ്ങൾ അവരിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു മതവുമായി ബന്ധപ്പെട്ട മതം മാത്രം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മറ്റെന്ത് കുറിച്ച് പറയുമ്പോഴും അവർക്ക് ഈ ഹിഡൻ അജണ്ട പ്രവർത്തിക്കും. രാഷ്ട്രീയക്കാരെ സ്ഥിതിയാണ്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിയെ കുറിച്ച് മാത്രം പുകഴ്ത്തുക, മറ്റുള്ളവരെ എഴുത്തുക, അങ്ങനത്തെ രീതിയാണ്. അതേ സിസ്റ്റം തന്നെയാണ് പത്രക്കാരും ചെയ്യുന്നത്. അപ്പോൾ നിഷ്പക്ഷമായി എഴുതാൻ, നിഷ്പക്ഷമായി സംസ്കാരമുള്ള, നിഷ്പക്ഷമായ ഒരു ബോധമുള്ള അങ്ങനത്തെ ഒരാളായിരിക്കണം പത്രപ്രവർത്തകർ. എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരെയും ഒന്നിച്ചു നിർത്താനും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനും അല്ലെ, നന്മകൾ മാത്രം, നേരത്തെ പറഞ്ഞ പോലെ നന്മകൾ മാത്രം അല്ലെങ്കിൽ കൊത്തിക്കറ അല്ലെ, നന്മകൾ മാത്രം പിന്നെ ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, അതേപോലെ വേണം. പിന്നെ തിന്മകൾ കൊത്തിക്കീറാൻ കഴിയുമ്പോൾ, അവിടെ തിന്മ കണ്ടു അതിനെ ശക്തമായിട്ട് കൊത്തിക്കീറാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം നല്ല പത്രപ്രവർത്തകർ. അതില്ലാത്തതുകൊണ്ടാണ് ഇബ്സൺ പറഞ്ഞത് ഇവന്മാരൊക്കെ പിടിച്ചെന്ത് ചെയ്യണം, ശസ്ത്രക്രിയ നടത്തിയിട്ട് അവന്റെ ഉള്ളിലത്തെ ആ ഹിഡൻ അജണ്ട പുറത്തേക്ക് വലിച്ചിടണം എന്നർത്ഥം. എന്നാൽ മാത്രമേ നന്നാവുള്ളൂ എന്നർത്ഥം. അപ്പൊ മൃഗങ്ങളുടെ മേലിലാണ് പരീക്ഷണം നടത്തുന്നത്. എന്തൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും ആദ്യം മൃഗങ്ങളുടെ മേലിലാണ് പരീക്ഷണം നടത്തുന്നത്. ഇപ്പൊ നമ്മൾ COVID-19 മരുന്ന് കണ്ടുപിടിക്കുന്നത് ആദ്യം ചെയ്യുന്നത് പിന്നെ പന്നിക്കുട്ടികളിലാണ്. പന്നിക്കുട്ടികളിൽ കുറെ ചെയ്യുന്നു, പിന്നെ കുരങ്ങന്മാരിൽ ചെയ്യുന്നു, അതിന്റെ പ്രതികരണം അറിയുന്നു. ഒന്ന് രണ്ടും ഘട്ടം പിന്നെ കോവിഡിന്റെ പിന്നെ പരീക്ഷണം വിജയിച്ചു. മൃഗങ്ങളിൽ കഴിഞ്ഞിട്ട് ഈ വെള്ള എലികള് അല്ലെ, ചുണ്ടലി, അതിനൊക്കെയാണ് ആദ്യം പരീക്ഷണം. കോവിഡ് മരുന്ന് കുത്തിവെച്ചിട്ട് അതിന് നീക്കുപോക്ക് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പന്നിക്കൂട്ടങ്ങളെ അങ്ങനെ കുറെ ചെയ്യുന്നു. അതും കഴിഞ്ഞിട്ട് ഇപ്പോ കുരങ്ങന്മാരിലേക്കൊക്കെ വ്യാപിച്ചു. അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോ അതിന്റെ പരീക്ഷണം കടന്നത് ഇപ്പോ മനുഷ്യരിലേക്ക് തുടങ്ങിയതാണ്. അത് തുടങ്ങിയപ്പോ പകുതി മുക്കാലും കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏകദേശം സക്സസ് ആയിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. കോവിഡിന്റെ മരുന്നടുത്ത് വരുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് അർത്ഥം.
അപ്പൊ എന്താണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ഈ ചെയ്യേണ്ടത് മൃഗങ്ങളുടെ മേൽ പരീക്ഷ നടത്തുന്ന ശാസ്ത്രജ്ഞർ എന്ത് ചെയ്യണം, പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയപ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ, എന്നാലേ ഇവര് ശരിയാവുള്ളൂ, എന്നാൽ ഈ സമൂഹം നന്നാവും എന്നൊക്കെയാണ് ഇബ്സൺ പറഞ്ഞതിനർത്ഥം എന്നാണ്. ആ വിശ്രുതനായ നാടകകർത്താവ് പ്രസ്താവിച്ചത് ഇബ്സൺ അല്ലേ? 2-3 വ്യംഗ്യാർത്ഥങ്ങൾ ഈ പരിഹാസത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇബ്സൺ ഒരു നാടകകർത്താവും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതിന് 2 ധ്വനി വ്യംഗ്യാർത്ഥങ്ങളും ഉള്ളിലുള്ള അർത്ഥങ്ങളെ ഇന്നർ മീനിങ്സ് അതിലുണ്ട്. വ്യംഗ്യാർത്ഥം ഇന്നർ മീനിങ്സ് ഉണ്ട്, ഈ പരിഹാസത്തിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു എഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു. വേറൊരു എഴുത്തുകാരൻ പറഞ്ഞതാണ്, പത്രം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് പത്രക്കാർ ചെയ്യുന്ന വേറൊരു കാര്യം. അതായത് ഒരു അസത്യം, ഞാൻ പറയുന്ന അസത്യമാണെന്ന് പറഞ്ഞ് ആ അസത്യം എന്ന് പറഞ്ഞിട്ട് ആ കാര്യം വീണ്ടും 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 ആവർത്തിച്ചിട്ട് അത് ആവർത്തിച്ച സത്യമായി തീരുന്നു, അല്ലെ? അങ്ങനെയാക്കി തീർക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു ചന്തയിൽ നിന്ന് ഒരു ആടിനെ വാങ്ങിക്കൊണ്ടുപോവാണ് ഒരു കർഷകൻ. ആടിനെ വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് ഒപ്പം ഒരാൾ വന്നു, എവിടേക്കാ ഈ പട്ടിയേറ്റ് പോണത് ചോദിക്കുന്നു. അപ്പൊ ഏത് പട്ടിയിലെ ആടാണെന്ന് പറഞ്ഞു. വീണ്ടും ഇങ്ങനെ പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു കൂട്ടുകാരൻ വന്ന് പറയുന്നു, അല്ല നിങ്ങൾ എവിടേക്കാ ഈ പട്ടിയേറ്റ്, അങ്ങനെ പട്ടി. അപ്പൊ വീണ്ടും വീണ്ടും പട്ടി പറയുന്നു. അപ്പൊ ഇയാൾക്ക് സംശയം, പട്ടിയാണോ ആടാണോ പട്ടിയാണോ സംശയം വരുന്നു. വീണ്ടും ഒരു 2-3 ആൾക്കാരെ വന്നിട്ട് അതേ ആൾക്കാരെ ചിലപ്പോൾ ഫോളോ ചെയ്തിട്ട് അവർ വേറെ ആളെ വിട്ടതായിരിക്കാം. എവിടേക്കാ നിങ്ങൾ ഈ പട്ടിയേറ്റ് പോണത് എന്ന് ചോദിക്കുമ്പോൾ അവസാനം അയാൾ എന്ത് ചെയ്തു, അകത്ത് പട്ടീനെന്ന് പറഞ്ഞിട്ട് ആടിനെ അഴിച്ചു വിടുന്ന രീതി, അല്ലെ? ഇങ്ങനെയുള്ള അതാണ് അസത്യമാണ് പറഞ്ഞതെന്ന് പോലും അസത്യം പറഞ്ഞ് അത് സത്യമാക്കി തീർക്കുന്ന വെറും ഒരു ആവർത്തിച്ച് സത്യമാക്കി തീർക്കുകയാണ് ഈ പത്രക്കാർ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരിഹാസചതുരനായ സാമുവൽ ബട്ട്ലറാണ് ഇക്കൂട്ടിൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞത്. സാമുവൽ ബട്ട്ലർ ഒരു കാര്യം പറഞ്ഞു, പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. അതാണ് സത്യം. അതെ, നമ്മുടെ സാമുവൽ പറഞ്ഞെന്താ വെച്ചെങ്കില്, എവിടെയെങ്കിലും ഒരു അച്ചടിച്ച സാധനം കണ്ട അയ്യോ വിശ്വസിക്കില്ല ആരും. അത്രയ്ക്കും അസത്യം പറഞ്ഞ അവിശ്വാസം പറഞ്ഞിട്ട് ജനങ്ങളെ അങ്ങോട്ട് വെറുപ്പിച്ചു എന്നർത്ഥം. കാരണം വെറും പറയുന്നൊക്കെ നോണ. അപ്പൊ അച്ചടിച്ചത് കണ്ടാല് അയ്യോ ഇത് നുണയാണെന്ന് നമ്മള് അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചു, അല്ലെ? അങ്ങനെ അവിടേക്ക് എത്തിച്ചു എന്നർത്ഥം. അതാണ് നമ്മുടെ സാമുവൽ ബട്ട്ലർ പറഞ്ഞതെന്നർത്ഥം. അപ്പൊ പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അതാണ്, അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. വിസ്മയം തോന്നുന്നു. എന്റെ വിസ്മയം സുമാഴിക്കോട് പറയാണ്, എന്റെ വിസ്മയം 19-ാം നൂറ്റാണ്ടുകാരനായ ബട്ട്ലർ 20-ാം നൂറ്റാണ്ടിന്റെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന അസൂയാവഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പോഴേ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണ്. നോക്കുന്നതാണ്. അപ്പോ ഇപ്പൊ ഇദ്ദേഹം 20-ാം നൂറ്റാണ്ടിന്റെ വൈകിയ ഘട്ടത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് 19-ാം നൂറ്റാണ്ടുകാരനായിരുന്നു നമ്മുടെ ഇയാള് ബട്ട്ലർ. അപ്പൊ ബട്ട്ലർ പറഞ്ഞെന്താ വെച്ചെങ്കില്, അച്ചടിച്ച് വരുന്നത് കണ്ടാല് ഈ പത്രക്കാർ ചെയ്യുന്ന സേവനം അച്ചടിച്ചത് കണ്ടാല് അത് അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിച്ചു എന്നാണ്. അപ്പൊ അത് 19-ാം നൂറ്റാണ്ടുകാരനാണ് ഇബ്സൺ ബട്ട്ലർ, അല്ലെ? സാമുവൽ ബട്ട്ലർ. അദ്ദേഹം 20-ാം നൂറ്റാണ്ട് ഈ വൈകിയ ഘട്ടത്തിൽ, നമ്മൾ 21-ാം നൂറ്റാണ്ടായിപ്പോ, അല്ലെ? ആ 21-ാം നൂറ്റാണ്ടിൽ എത്തിയത് നമുക്ക് ഇപ്പൊ സത്യമായിട്ട് അറിയാം. അസൂയാവഹമല്ലാത്ത അവസ്ഥ വിഷയം അപ്പോഴേ അന്ന് കണ്ടറിഞ്ഞു അദ്ദേഹം. അച്ചടിച്ചൊക്കെ നുണയാണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു, അല്ലെ? ഈ പത്രക്കാര് എന്നുള്ള അവസ്ഥയിൽ എത്തിക്കുക അന്ന് പറഞ്ഞത് ഇന്ന് സത്യമായി തീരുന്നു എന്നാണ് നമ്മുടെ അഴീക്കോട് സാർ പറയുന്നത്. എങ്ങനെയെന്ന് ചിന്തിച്ചാണ്. പത്രങ്ങൾ നാം വായിക്കുന്നത് ധൂമപാനം പോലെ അത് ഒരു ദുഷിലമായി തീർന്നത് കൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പത്രം വായിക്കുന്നത് വെച്ചെങ്കിൽ, രാവിലെ ആയാൽ നമുക്ക് എന്തറിയാം, അതിരാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു കട്ടൻ ചായ കിട്ടണം, അല്ലെ? അതൊരു ശീലമാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒന്ന് സ്മോക്ക് ചെയ്യും, അത് ശീലമാണ്. അതുപോലെ ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് നന്നല്ല. കട്ടൻ ചായയും നന്നല്ല, അതുപോലെ സ്മോക്കും നന്നല്ല. അപ്പൊ ചില ആൾക്ക് അതേപോലെയാണ് ചില പത്രം കിട്ടണം. വലിച്ചായാൽ പത്രം എന്തോ ആയിക്കോട്ടെ ആ പത്രം വാങ്ങിയിട്ട് വായിക്കുക. അത് ധൂമപാനം പോലെയാണ്, ഈ പുകവലി പോലെയുള്ള ഒരു ദുശ്ശീലമായി തീർന്നിരിക്കുന്ന അർത്ഥം. അതാണ് അങ്ങനെ ദുഷിലമായി തീർന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പത്രങ്ങൾ രാവിലെ തന്നെ വായിക്കുന്നത്. പത്രം വായിച്ച ആൾക്കാർക്ക് പറയും പത്രം വായിച്ചതിന് ഒരു സുഖം കിട്ടണില്ല, ഇന്നത്തെ ന്യൂസ് അറിയാൻ കഴിഞ്ഞില്ല, എത്ര ഒരാൾ പത്രം വായിക്കാനുള്ള ഒരു ഈ ചില ആൾക്കാർ അങ്ങനെ അടിമപ്പെട്ടു പോയി അതിന്. ഈ ഒരു ധൂമപാനം പോലെ അല്ലെങ്കിൽ പുകവലി പോലെ തന്നെ അതിന് ഈ പത്രം വായിക്കുന്ന ഈ പുകവലി ഒരു നല്ല ശീലമല്ല, അതേപോലെ ഇങ്ങനത്തെ ദുഷ്ടപത്രങ്ങൾ വായിക്കുന്നത് നല്ല ശീലം. അപ്പൊ ഒരു ശീലമായി പോയത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അർത്ഥം.
ഞാൻ വളരെ ചെറുപ്പം മുതലൊക്കെ വായിക്കാൻ തുടങ്ങിയ പത്രങ്ങൾ ഇന്നും വിടാതെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലോ, അതാണ് അഴീക്കോട് പറയാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പത്രങ്ങളും ഞാൻ വായിക്കും. ആ ശീലം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്നർത്ഥം. അങ്ങനെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ പത്രങ്ങളിലൂടെയാണ് വായിച്ചിട്ടാണ് നമ്മുടെ ഇദ്ദേഹം വളർന്നത്, നമ്മുടെ അഴീക്കോട്. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആദ്യകാല സ്വഭാവത്തിൽ നിന്നും ആ പത്രങ്ങൾ എത്രയോ അകലത്തെത്തി എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആദ്യകാലത്തൊക്കെ നല്ല പത്രമായിരുന്നു, നല്ല സത്യം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കുട്ടിക്കാലം മുതൽക്ക് വായിച്ചു പോന്നപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ പറയുന്നത് തെറ്റാണ്. വെറും അവർക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് അവരിത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നർത്ഥം. പക്ഷെ ഞാൻ ഇന്നും ആ പത്രം തന്നെ വായിച്ചു വരുന്നു. പക്ഷെ ഞാൻ ഇന്നും ആ പത്രങ്ങൾ വായിക്കും. അവിടെയാണ് നമ്മുടെ നിലനിൽപ്പ്. ഒരു വായനക്കാരന്റെ നിലനിൽപ്പ് എന്താണ്? ഇന്നും അത് അവർ നമുക്കറിയാം, അവർ ചെയ്യണമൊക്കെ വേറെ വളച്ചൊടിച്ച് പറയാണെന്ന് അറിയാം, എന്നാൽ അസത്യം പറയാന്നറിയാം. എന്നാൽ ഞാൻ അതൊക്കെ ഇപ്പോൾ ഇന്നും വായിക്കുന്നു. എന്തുകൊണ്ടാണ്? ശീലം മാറ്റാൻ പ്രയാസം. എനിക്ക് ആ ശീലം മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. മാറ്റിയിട്ടും ഫലമില്ലെന്നതും ഓർക്കേണ്ടതുണ്ട്. അത് മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല പത്രം വായിക്കാമെന്ന് വെച്ച് ചീത്ത പത്രം നിർത്തുന്നവർ വിഡ്ഢിയാക്കപ്പെടുന്നു. അതാണ് ഇവിടെ ഒക്കെ നല്ല പത്രം ഒന്നും നല്ല പത്രമല്ല. എനിക്ക് നല്ല പത്രം വായിക്കണം ചെയ്തിട്ട് എന്ത് ചെയ്തു? നാം ഇപ്പൊ ഉള്ള പത്രം ചീത്ത പത്രം നിർത്തിയാൽ എന്ത് ചെയ്യുന്നു? അത് കിട്ടാനുള്ളതും നല്ല പത്രമല്ല, ചീത്ത പത്രം തന്നെയാണ് നടത്തം. പല പത്രങ്ങൾ വായിക്കുന്നത് അവയിൽ വരുന്ന പല തോതിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിന്റെ സമീപത്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ അഴീക്കോട് സാറിന്റെ ഏറ്റവും പ്രത്യേകത. ഈ ഒക്കെ എല്ലാ പത്രവും ഞാൻ വായിക്കും. ആ ഒരു ന്യൂസ്, എല്ലാ പത്രങ്ങളിലും വന്ന ന്യൂസും ഇങ്ങനെ നോക്കി അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഒക്കെ കൂടി അങ്ങോട്ട് അത് അസത്യങ്ങളാണെങ്കിലും ആ കള്ളങ്ങളാണെങ്കിലും പല തോതിലുള്ള കള്ളങ്ങളായിരിക്കാം, അതങ്ങനെ താരതമ്യം കമ്പയർ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ മനസ്സിലിട്ട് വായിച്ച് അങ്ങോട്ട് കമ്പയർ ചെയ്യുക, അത് ശരിയാണോ ഇത് ശരിയാണോ, അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അവയെ പറ്റി വീണ്ടും ആലോചിക്കും. എന്നിട്ട് ഒടുവിലെ എങ്ങനെയെങ്കിലും സത്യത്തില് എത്തിച്ചേരും. അല്ലെ? അതിനു വേണ്ടിയാണ് അദ്ദേഹം എപ്പോഴും അങ്ങനെ അതിന് വേണ്ടിയാണ്. കാരണം നമ്മളൊരു പത്രങ്ങൾ ഇതിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. എല്ലാ പത്രവും നമ്മൾ വായിച്ചിട്ട് അതിന്റെ ന്യൂസുകളൊക്കെ അങ്ങോട്ട് നമ്മൾ മനസ്സിലിട്ട് താരതമ്യം ചെയ്തിട്ട് നല്ല അതിന്റെ സത്യത്തിലേക്ക് നമ്മളെ എത്തിച്ചേരുക. അല്ലാതെ പത്രക്കാരെ നമ്മളെ കൊണ്ടെത്തില്ല. പത്രങ്ങൾ അവർക്ക് വേണ്ടി പറയുന്നു എന്നർത്ഥം. അല്ലെ? ഇപ്പൊ ഭൂകമ്പത്തിൽ മണ്ണുകൾ ഇടിഞ്ഞു വേറൊരു പത്രത്തിൽ, ഭൂകുലകത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരായി വേറൊരു എഴുതുന്നു. വേറൊരു കൂട്ടുന്ന ശക്തമായ കാറ്റടിച്ച് എല്ലാ കൃഷികളും നശിച്ചുപോയി വേറൊരു കൂട്ടരെഴുതുന്നു. വേറെ കൂട്ടർ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ വീട് വിട്ട് ദൂരേക്ക് പോകുന്നു. ഇങ്ങനെ പല പല ന്യൂസുകളും ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു ഭൂകമ്പത്തിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ ഇങ്ങനെ എഴുതുന്നു. അപ്പൊ അതൊക്കെ ഏതാ സത്യം, എങ്ങനെ എന്തൊക്കെ ചെയ്തു നോക്കിയിട്ട് നമ്മൾ ഒക്കെ താരതമ്യം ചെയ്തിട്ട് ഉണ്ടായ സത്യത്തിലേക്ക് എത്തുന്നു. അപ്പൊ എന്തായാലും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ജനങ്ങള് ഭൂകമ്പത്തിൽ അവർ വിഷമിക്കുന്നു, അതും ശരിയാണ്. അതിന് ജാഗ്രത വേണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് നമ്മൾ പല പത്രങ്ങളിൽ വന്ന ന്യൂസുകളെ വായിച്ചിട്ട് അത് നമ്മൾ മനസ്സിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ സത്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. അതാണ് സുകുമാരൻ അഴീക്കോട് ചെയ്തത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയുമോ നോക്കാൻ വേണ്ടിയാണ്. സത്യം കണ്ടുപിടിക്കാൻ പല അളവുകളും നോക്കേണ്ടി വരും. നമുക്ക് സത്യം കണ്ടെത്താൻ എല്ലാ പത്രങ്ങളും വായിക്കേണ്ടി വരും. അങ്ങനെ എല്ലാ പത്രങ്ങളും വായിച്ചിട്ട് അവർ പറയുന്ന അസത്യമാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഊതി പീറിപ്പിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ കള്ളത്തരങ്ങൾ എഴുതുകയാണെങ്കിലും അതൊക്കെ നമ്മൾ വായിച്ചിട്ട് അതിലെന്താണ് സത്യത്തിന്റെ അംശം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചിന്തിച്ച് നമ്മൾ മനസ്സിലോട്ട് ചിന്തിച്ചിട്ട് നമ്മൾ സത്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. അതായത് ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം, ഭാവന തുടങ്ങി പലതും വേണം. കുറെ ഗുണിക്കണം, കുറെ വ്യക്തി പറഞ്ഞത് ചെറിയ കുഞ്ഞു വാക്ക് പറഞ്ഞ കുറച്ച് നമ്മൾ ഗുണിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കുറെ നുണ എഴുതി ഇതൊക്കെ ഒന്ന് അരിച്ചു കൊണ്ടുവരേണ്ടി വരും. പിന്നെ കുറെ അഭ്യൂഹങ്ങൾ അങ്ങനെ നമ്മൾ ഊഹിച്ചെത്തണം. പിന്നെ കുറച്ചുകൂടി ഇമാജിനേഷൻ നമുക്ക് വേണം. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ സത്യത്തിലേക്ക് എത്തിച്ചേരുക. അതാണ് സുകുമാരൻ അഴീക്കോട് ചെയ്തത്. കാരണം ഒരു പത്രവും നമ്മൾ എല്ലാ പത്രവും വായിച്ചിട്ട് അതിൽ നമ്മുടെ മനസ്സിലിട്ടിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് എന്നിട്ട് നമ്മൾ സത്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അല്ല പത്രങ്ങൾ ഉപേക്ഷിക്കുകയല്ല. അതൊക്കെ പത്രം ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കല്ല. അങ്ങനെ ഒരു പത്രം മാത്രം വായിച്ചാൽ പോരാ. അപ്പൊ ദേശാഭിമാനി മാത്രം വായിച്ചു പോയാൽ ശരിയല്ല. മനോരമ മാത്രം വായിക്കാൻ ശരിയല്ല. മാതൃഭൂമി മാത്രം വായിച്ചാൽ ശരിയല്ല. മാധ്യമം മാത്രം വായിക്കാൻ ശരിയല്ല. അപ്പൊ ഏത് പത്രവും ഇപ്പൊ ജന്മഭൂമിയാണ് മാത്രം വായിച്ച കാര്യം ശരിയാവില്ല. അല്ലെ? കേരള കൗമുദി മാത്രം വായിച്ചിട്ട് കാര്യമില്ല. അതുപോലെ എല്ലാ പത്രവും നമ്മൾ വായിക്കണം. ചന്ദ്രികയാണെങ്കിലും ദീപികയാണെങ്കിലും മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും എല്ലാം നമ്മൾ വായിച്ച്
അങ്ങനെ വായിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് അത് ഒന്നും കൂടി ഇട്ട് ആലോചിച്ച് കുറച്ച് അരിക്കലും ഗുണിക്കലും അല്ലെ ഒക്കെ കുറച്ച് കൂട്ടിച്ചേർത്തിട്ടും അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും അങ്ങനെ നമ്മൾ സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്, സ്വയം എത്തിച്ചേരുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പത്രക്കാരൻ നമ്മൾ എത്തിക്കില്ല, നമ്മൾ സ്വയം എത്തിച്ചേരുകയാണ് വേണ്ടത് എന്നാണ് അഴീക്കോട് ഇവിടെ പറയുന്നത്. നമുക്ക് ഇതിൽ ഏതെങ്കിലും നമുക്ക് പദച്ഛേദങ്ങളുണ്ട് നോക്കുക. പദച്ഛേദങ്ങള് കുറെ പ്ലസ് കഴിഞ്ഞപ്പോൾ ഇരട്ടിച്ചു അല്ലേ? ഒന്നുമില്ല, ഇല്ല അത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ അതാണ് അതിന്റെ കാര്യങ്ങള്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഒന്ന് കണ്ടെത്താം അല്ലെ. അപ്പൊ ആദ്യം പത്രങ്ങളെ സൂര്യന് ചൂടെയുള്ള ഒന്നാമത്തെ ചോദ്യത്തിന് ഗ്യാപ്പ് വിടുക, ഉത്തരം എഴുതിക്കോളൂ കേട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പത്രനീതി എന്ന ലേഖനത്തിൽ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടതാണിത്. ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. കാരണം സൂര്യന് താഴത്തും മേലെയുമുള്ള എല്ലാ കാര്യങ്ങളെ അവതരിപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് പത്രങ്ങളുടെ പൊതു സ്വഭാവമാണ്. എന്നാൽ അവ ഒരിക്കലും സ്വന്തം വിമർശനം നടത്താറില്ല. പലപ്പോഴും പത്രങ്ങൾ ചെയ്യുന്നത് പൊതുവായ പ്രശ്നങ്ങളെ എടുത്ത് വിമർശിച്ച് അത് ജനങ്ങൾക്കിടയിൽ സജീവമാക്കുക എന്നതാണ്. അവർക്ക് അവരുടെ പത്രങ്ങളുടെ നിലനിൽപ്പും പ്രചാരണവും മാത്രമാണ് ആവശ്യം. എല്ലാവരും പത്രങ്ങളെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഏകാധിപതികൾ പോലും പത്രങ്ങളെ ഭയപ്പെടുന്നു. കാരണം പത്രം വിചാരിച്ചാൽ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമായി തീരും.
ഭരണാധികാരികൾ തങ്ങൾ വിമർശിക്കപ്പെടാതിരിക്കാനാണ് ശ്രമിക്കുക. ഇത് നല്ലൊരു പ്രവണതയല്ല. ജനാധിപത്യത്തിന് തീർത്തും വിരോധം ഉള്ളതാണ്. ഓക്കെ, അത് മതി. ഈ രണ്ടാമത്തെ ചോദ്യം എഴുതിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുന്നതിനും. ഓക്കെ, പ്രവർത്തിക്കാൻ ആവശ്യമായ ഏതെങ്കിലും പത്രപ്രവർത്തയോ ലേഖനമോ മുഖപ്രസംഗമോ അപകടിച്ച് കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എഴുതിക്കോളൂ. കേരളം കാണുന്ന ജലസ്വപ്നം എന്ന മുഖപ്രസംഗം കേരളീയരെ ജലസാക്ഷരത ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു. മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന മുഖപ്രസംഗമായിരുന്നു അത്. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓരോ മലയാളിയെയും ഓർമ്മിപ്പിക്കാൻ അതിന് കഴിഞ്ഞു. സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നതിന് ഈ മുഖപ്രസംഗം ഉദാഹരണമാണ്. ഓക്കെ, അത് മതി കേട്ടോ. അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ പിന്നെ എഡിറ്റോറിയൽ വായിക്കുക. പത്രങ്ങളിലൊക്കെ എഡിറ്റോറിയൽ വായിച്ചാൽ കിട്ടും ഒരുപാട്. എന്താണ് ഈ എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവരെന്താണ് ഈ ഒരു പത്രത്തിന്റെ സമൂഹത്തിലുള്ള സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എഡിറ്റോറിയൽ. അത് നിങ്ങൾ വായിക്കുക, അല്ലെ? മുഖപ്രസംഗം എന്നൊക്കെ പറയില്ല നമ്മള്. അത് വായിച്ചിട്ട് നമ്മളത് അതിനെ കുറിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും വായിക്കുന്ന സമയത്ത് കിട്ടിയ ഉദാഹരണങ്ങൾ ചോദ്യം ചോദിച്ചാൽ എഴുതിക്കൊണ്ടു കേട്ടോ. അത് പറയുന്നത് നല്ലൊരു ഇതായിരുന്നു. ഈ ജലസാക്ഷരത നല്ലൊരു മുഖപ്രസംഗമായിരുന്നു. മനോരമയിൽ വന്നൊരു പ്രസംഗമാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. അത് എഴുതണമെന്നില്ല, എഴുതിക്കൊണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം അതൊരു മുഖപ്രസംഗമാണ്, അല്ലെ? അത് നിങ്ങൾ ഒരു ഹോംവർക്കായിട്ട് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ ഓരോരുത്തർ പറഞ്ഞതും സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളും പത്രനീതി എന്തായിരിക്കണം എന്നൊക്കെ വിശകലനം ചെയ്ത് പത്രധർമ്മം എന്ന വിഷയത്തിലെ ഒരു മുഖപ്രസംഗം നിങ്ങളെ ഒരു എഡിറ്റോറിയൽ തയ്യാറായിരിക്കും. അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നു കേട്ടോ. ഹോംവർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊന്ന് അടുത്ത ചോദ്യം, ഈ സ്കൂൾ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ദിനപത്രം തയ്യാറാക്കുക. ഇപ്പൊ നമ്മള് ക്ലാസ്സിലൊക്കെ മുമ്പ് ചെയ്തിരുന്നത് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഓരോ ആൾക്ക് പത്രം കൊടുത്തിട്ട് ഓരോ വിഷയം അവര് എഴുതിയിട്ട് ചുമർപത്രം ഉണ്ടാക്കുക. അങ്ങനെ പത്രങ്ങൾ അങ്ങനെ നമ്മൾ ക്ലാസ്സിലൊക്കെ നടത്തിയെടുത്തിരുന്നു. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ദിനപത്രം തയ്യാറാക്കാൻ ഗ്രൂപ്പ് തിരിച്ച് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇനി സ്കൂൾ തുറന്ന് നമുക്ക് ചെയ്യാം. ഒരു വർക്കായിട്ട് കിടക്കട്ടെ അവിടെ. ഓക്കെ, അപ്പൊ ചെയ്യാം. ഓക്കെ, അത് പ്രശ്നമില്ല. ഇത് ഞങ്ങൾക്ക് ഞാനൊരു അഡീഷണൽ ചോദ്യം തരാം. അത് നിങ്ങൾ എഴുതിക്കോ. അഡീഷണൽ ചോദ്യം അത് എഴുതിക്കോളൂ. ചോദ്യം എഴുതിക്കോളൂ കേട്ടോ. എന്റെ വിസ്മയം 19ാം നൂറ്റാണ്ടുകാരനായ ബട്ട്ലർ
20-ാം നൂറ്റാണ്ടിന്റെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങളിൽ എത്തിച്ചേർന്ന അസൂയാവഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പാടെ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണ്. സുകുമാർ അഴീക്കോട് എഴുതിയിട്ട് പത്രമാധ്യമങ്ങളെ കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുവോ? സ്വാഭിപ്രായം എഴുതുക എന്നാണ് ചോദ്യം. അത് വന്നതാണ്, അതാ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സ്വാഭിപ്രായം എഴുതുക, ഉത്തരം എഴുതിക്കോളൂ. പത്രമാധ്യമങ്ങളെ കുറിച്ച് അഴീക്കോടിന്റെ നിരീക്ഷണത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. വാർത്ത അറിയുന്നതിനും അറിയിക്കുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. രാഷ്ട്രീയത്തിലെ 4ാമത്തെ മഹാശക്തിയാണ് പത്രം. എന്നാൽ ആ പത്രം സമൂഹത്തോടെ പൂർണ്ണമായും നീതി പുലർത്തുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. പലപ്പോഴും അസത്യത്തെ സത്യമാക്കാനുള്ള ശ്രമങ്ങളാണ് പത്രങ്ങളുടെ ഭാഗത്തുനിന്നും നാം കാണുന്നത്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്ന ബട്ട്ലറുടെ വാക്കുകൾ വിളിച്ചു പറയുന്നു. സുകുമാർ അഴീക്കോട് പല പത്രങ്ങളും വായിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളുടെയും ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന പത്രവാർത്തകളിലെ സത്യം പലപ്പോഴും ആ വാർത്തയ്ക്കുള്ളിൽ തന്നെ ഒളിഞ്ഞു കിടന്നിരുന്നത് കണ്ടെത്തുന്നു.
കണ്ടെത്തുന്നു. ഓക്കെ, അത് മതി. ഇനി ചില ആൾക്കാർ പറഞ്ഞ വാക്കുകളെ ഇത് നോക്കിയാൽ മതി നിങ്ങളെ. വേറൊരു ചോദ്യം, 2 മാർക്കിൽ വന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. പത്രം എന്ന വിരോധാഭാസം ഇതെത്രേ? എന്താണ് പത്രം എന്ന വിരോധാഭാസം ഇതെത്രേ? 2 മാർക്കിന് ചോദിച്ചതാണ്. നേരത്തെ പറഞ്ഞില്ല, അല്ലേ? എഴുതിക്കോളൂ. വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും നമുക്ക് പത്രത്തെ ആശ്രയിക്കണം. പത്രത്തെ എതിർത്ത് നാം എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ അതിനു നാം ആശ്രയിക്കേണ്ടതും പത്രത്തെയാണ്. ഇതാണ് പത്രം എന്ന വിരോധാഭാസം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജെഫേഴ്സൺ പറഞ്ഞ എന്താന്നുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഓസ്കാർ വൈൽഡ് പറഞ്ഞ എന്താന്നുള്ളത് ഒന്നും ഓർത്തു വെക്കട്ടോ. എന്താ പിന്നെ ജെഫേഴ്സൺ പറഞ്ഞ എന്താണ്? പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുന്നത് ഭരണമില്ലാത്ത പത്രമുള്ള അവസ്ഥയാണ് കേട്ടോ. ശ്രദ്ധിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? നല്ല പത്രം എന്തായിരിക്കണം, ഒരു ധർമ്മം എന്തായിരിക്കണം എന്നാണ് ഇതിലൂടെ ജെഫേഴ്സൺ സൂചിപ്പിച്ചത്. അതും 2 മാർക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പത്രങ്ങളെ ധർമ്മം എന്തായിരിക്കണം, എന്തായിരിക്കും, സത്യം മാത്രം പറയണം എന്നുള്ള അവസ്ഥയിലേക്കാണ് ജെഫേഴ്സന്റെ ഈ വാക്കുകൾ ചെന്നെത്തുന്നത്. നിങ്ങൾ 2 മാർക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഞാൻ എഴുതിക്കൊണ്ട് ജെഫേഴ്സന്റെ വാക്കുകൾ കേട്ടോ. പിന്നെ ഓസ്കാർ വൈൽഡ് പറഞ്ഞ എന്താണ്? സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയില്ല എന്നാ പറഞ്ഞ കേട്ടോ. ഇനി ഇബ്സൺ പറഞ്ഞ എന്താണ്? മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ കേട്ടോ. അങ്ങനെ അടുത്ത് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണ്ട്. പിന്നെ ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണ്. ബയനറ്റിന്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന്. ഇത് പറഞ്ഞവരാണ് നെപ്പോളിയൻ. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയില്ല. ഇത് പറഞ്ഞവരാണ് ഓസ്കാർ വൈൽഡ്. അപ്പോ ഈ സാമുവൽ ബട്ട്ലർ എന്തേ പറഞ്ഞത്? പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ച് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുക എന്നതാണ്. ഒരു പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് എഴുതി വെച്ചോട്ട് കേട്ടോ. ഓക്കെ, എത്രയുള്ളത് കാര്യങ്ങള്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.